ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു അലമാര. ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അറ്റോമിക് ഹാബിറ്റ്സ്. ജെയിംസ് ക്ലിയർ എഴുതിയ ജീവിതത്തിലെ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള വഴികളിൽ എത്രത്തോളം വലിയ സ്വാധീനം ചെലുത്തും എന്നതിനെക്കുറിച്ചുള്ള ഒരു വളരെ നല്ല പുസ്തകമാണ്. നിങ്ങൾ വിചാരിക്കും എന്താണ് പരീക്ഷയും ഈ ഒരു പുസ്തകവും തമ്മിലുള്ള ബന്ധമെന്ന്. അപ്പോൾ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷ എന്നത് നമ്മുടെ ഓർമ്മയും ബുദ്ധിയും മാത്രം പരീക്ഷിക്കുന്ന ഒരു ഘടകമല്ല. ഒരു കാര്യത്തെ ഏത് രീതിയിലാണ് സമീപിക്കുന്നതിനെ കുറിച്ചിട്ടും നമ്മുടെ ചെറിയ ചെറിയ അക്കംപ്ലിഷ്മെന്റ്, നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ഘട്ടങ്ങൾ എത്രത്തോളം ഡിറ്റർമൈൻഡ് ആയിട്ടാണ് നമ്മൾ മുന്നേറുന്നതിനെ കുറിച്ചും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് പരീക്ഷ. അപ്പോൾ നമുക്ക് ഇനി മുൻപോട്ട് വരുന്ന പരീക്ഷയിലെ ഏറ്റവും മികച്ച മാർക്ക് എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ച് നോക്കാം. ഈ മാർക്ക് എന്നുള്ളത് സബ്ജക്റ്റീവായിട്ടൊരു മാറ്ററാണ്. അപ്പോൾ പരീക്ഷയിൽ ആദ്യം വിജയം നേടുന്നതിന് മുൻപായിട്ട് ഉണ്ടാകേണ്ട കാര്യമാണ് ഒരു ടൈം മാനേജ്മെൻറ്റ്. നിങ്ങളുടെ മുൻപിൽ പരീക്ഷയ്ക്ക് എത്ര ദിവസമുണ്ട്, ആ പരീക്ഷയിലേക്ക് എത്ര വിഷയങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്, അതിനെ കൃത്യമായ രീതിയിൽ ഒന്ന് ഓർഡറിലാക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഒരു നല്ല ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കും, ഈ മാറ്റിവെക്കുന്ന സമയം ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്ന ഒരു കഴിവിനെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഏറ്റവും മികച്ച രീതിയിൽ ആ പരീക്ഷയെ നിങ്ങൾ നേരിടാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു 30 ദിവസമാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി മുൻപിലുള്ളതെങ്കിൽ ആ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 8 വിഷയങ്ങൾ പഠിക്കണം. ആ 8 വിഷയങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു വിഷയത്തിന് എത്ര സമയം മാറ്റിവെക്കാൻ സാധിക്കും എന്നതിനെ ബാധിച്ചിരിക്കും നിങ്ങളുടെ പരീക്ഷയിലെ പെർഫോമൻസ്. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഒരു ദിവസം 3 മുതൽ 4 മണിക്കൂർ വരെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. ജോലിയെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ തിരക്കുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു ദിവസം 3 മുതൽ 4 മണിക്കൂർ വരെ പഠിക്കാൻ സാധിക്കും. അതിന് മുകളിലേക്കും പോകാൻ സാധിക്കും. നിങ്ങൾക്ക് വ്യക്തമായൊരു ടൈം മാനേജ്മെൻറ്റ് മാത്രം മതി. പഠിക്കുന്ന സമയം രാവിലെയാണോ വൈകിട്ടാണോ ഏറ്റവും നല്ലത്, അങ്ങനെ ഒരു കാര്യമില്ല. രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും നിങ്ങൾ എത്ര ഡിസിപ്ലിനോടുകൂടി ഇരുന്ന് പഠിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ഇരിക്കുന്നത്. നിങ്ങൾക്ക് രാവിലെയാണ് 2 മണിക്കൂർ എടുക്കാൻ സാധിക്കുന്നതെങ്കിൽ 2 മണിക്കൂർ നേരത്തെ എണീക്കുക, അതിനുശേഷം കൃത്യമായി പഠിക്കുക. അതല്ലെങ്കിൽ വൈകുന്നേരമാണ് ഇരിക്കാൻ സാധിക്കുന്നതെങ്കിൽ കൃത്യമായി 3 മുതൽ 4 മണിക്കൂർ വരെ വൈകിട്ട് സമയം കണ്ടെത്തി നിങ്ങൾക്ക് പഠിക്കാനിരിക്കാൻ സാധിക്കുന്നതാണ്. പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കഠിനമായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കണം നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഏറ്റവും കഠിനമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും ലളിതമായിട്ടുള്ള സബ്ജക്റ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും എനിക്കങ്ങനെ കഠിനം ഈസി എന്നൊരു സംഭവമില്ല, എല്ലാം ഒരുപോലെയാണെന്ന് തോന്നിയാൽ നിങ്ങൾ പഠിക്കേണ്ട എല്ലാ വിഷയങ്ങളും എടുത്ത് മേശപ്പുറത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ എല്ലാ സബ്ജക്റ്റിൻ്റെ മുകളിലൂടെയും നിങ്ങളൊരു 10 മിനിറ്റ് ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തുനിന്ന് വായിച്ച് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു 10 മിനിറ്റ് പഠിക്കേണ്ട എല്ലാ വിഷയങ്ങളുടെയും കണ്ണോടിക്കുകയും ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കുകയൊക്കെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് ഏറ്റവും കഠിനമായിട്ടുള്ള വിഷയമെന്ന്. അതിനുശേഷം ആ വിഷയത്തിൽ നിന്നും തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് പേപ്പറുകൾ എടുത്ത് വെക്കുക. കുറച്ച് വൈറ്റ് പേപ്പറോ വരയിട്ട പേപ്പറോ ഒന്നും വ്യക്തമായ പ്രശ്നമില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും പേപ്പറുകൾ കയ്യിൽ എടുത്ത് വെക്കുക. കാരണം പഠിക്കുന്ന സമയത്ത് കൃത്യമായി നോട്ടുകൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റിന് ശേഷവും ഓരോ സെറ്റ് നോട്ടുകൾ നിങ്ങൾക്ക് കയ്യിലുണ്ടാവും. അത് സ്റ്റാപ്ലർ ചെയ്യുകയോ അല്ലെങ്കിൽ പിൻ ചെയ്ത് സൂക്ഷിക്കുകയോ ചെയ്യാം. പരീക്ഷാ തലേന്നോ അല്ലെങ്കിൽ പരീക്ഷാ ദിവസമോ നിങ്ങൾക്ക് ആ നോട്ടുകൾ മാത്രം മറിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ എന്താണ് പഠിച്ചതെന്നും സബ്ജക്റ്റിൻ്റെ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നും നിങ്ങൾക്ക് സാധിക്കും. പറ്റുന്നത്രോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 4 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളിൽ പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്ന ഏത് ഭാഗത്തു നിന്നാണ് എന്ന് മനസ്സിലാകും. അതനുസരിച്ച് പുസ്തകത്തിലെ ആ പോർഷൻസ് കൃത്യമായി നിങ്ങൾ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അവിടെ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പോർഷൻസ് ഒരു കാരണവശാലും വിട്ട് കളയാതെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം അതിൽ നിന്ന് പഠിച്ചാലും ആ ചോദ്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ചോദ്യങ്ങളും നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ആ പോർഷനെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ നോട്ടും പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ സബ്ജക്റ്റ് മനസ്സിലാകും. ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത നോട്ട് നിങ്ങൾ പഠനശേഷം മാറ്റിവെക്കുക. പഠന അവസാനം പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒരു ദിവസത്തെ 3 അല്ലെങ്കിൽ 4 മണിക്കൂർ പഠനത്തിന് ശേഷം ഈ പുസ്തകങ്ങൾ അടച്ചു വെക്കുക. അതിനുശേഷം നോട്ടുകൾ എടുക്കുക. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നോട്ടുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാക്കി നിങ്ങളോട് തന്നെ ചോദിക്കുക. അതിനുള്ള ഉത്തരങ്ങൾ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. ഇല്ല എങ്കിൽ വീണ്ടും നോട്ട് ഒന്നും കൂടെ വായിക്കുക. അതിനുശേഷം നോട്ട് അടച്ചു വെച്ച് ഉത്തരം പറയാൻ ശ്രമിക്കുക. ഇതുവഴി നിങ്ങൾക്ക് പഠിച്ച കാര്യം കൃത്യമായി ഓർമ്മയിരിക്കാനും സാധിക്കുന്നതായിരിക്കും. പഠിക്കാനിരിക്കുമ്പോൾ ഇരിക്കുന്ന ചുറ്റുപാട്
വളരെ ശാന്തമാണെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ പറ്റുമെങ്കിൽ ഫ്ലൈറ്റ് മോഡ് അല്ലെങ്കിൽ മ്യൂട്ടിലേക്ക് ആക്കുക. അനാവശ്യമായിട്ടുള്ള മെസ്സേജും കോൾസും ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും പഠന സമയത്തേക്കെങ്കിലും. പഠനം എന്നത് വളരെയധികം എനർജി ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ വളരെയധികം ഡീഹൈഡ്രേറ്റ് ആകാനുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി വെള്ളം ഇടവേളകളിൽ കുടിക്കാനും ശ്രദ്ധിക്കുക. 3 മുതൽ 4 മണിക്കൂർ വരെ പഠിക്കാൻ ഇരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ആ കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെ അല്ല. 1 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറിനോ ശേഷം നിങ്ങൾക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. പൊമോഡ്രോ ടെക്നിക്ക് അനുസരിച്ച് 25 മിനിറ്റുള്ള ചെറിയ ചെറിയ സെഷൻസ് ആയിട്ട് പഠിക്കാനൊക്കെ പറയാറുണ്ട്. അത് നിങ്ങളുടെ മാത്രം താല്പര്യമാണ്. നിങ്ങൾക്ക് 25 മിനിറ്റാണ് ഇരിക്കാൻ സാധിക്കുന്നതെങ്കിൽ 25 മിനിറ്റ് ഇരിക്കുക. കുറേ നാളുകൾക്ക് ശേഷം പഠിക്കാനിരിക്കുന്ന ദിവസം നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഒത്തിരി സമയത്തേക്ക് കിട്ടിയെന്ന് വരില്ല. എന്നാലും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നത്ര സമയം ഇരിക്കുക. അതിനുശേഷം ചെറിയൊരു ബ്രേക്ക് എടുക്കുക, വീണ്ടും തിരിച്ചു വരിക, പഠിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രേക്ക് എടുക്കുമ്പോൾ ആ എടുക്കുന്ന ബ്രേക്ക് ഒത്തിരി വലുതാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യമാണ്, നോട്ടുകൾ പ്രിപ്പയർ ചെയ്തു, ടെക്സ്റ്റുകൾ നോക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചതിന് ശേഷം പഠിച്ച കാര്യം നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മറ്റൊരു സുഹൃത്തിനെ പറ്റുമെങ്കിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ 1-2 സുഹൃത്തുക്കളൊത്താണ് നിങ്ങളൊരു പരീക്ഷ എഴുതുന്നതെങ്കിൽ ആ സുഹൃത്തുക്കളുമൊത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പഠിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇടുക. അതിനുശേഷം മറ്റ് വിദ്യാർത്ഥികളോട് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അവർക്ക് പറ്റുന്നില്ല എങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഓഡിയോ ക്ലിപ്പായിട്ട് ഗ്രൂപ്പിലേക്ക് ഇടാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവർ പഠിച്ചിട്ട് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് അവർക്ക് ഗ്രൂപ്പിലേക്ക് ഇടാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താമെന്നും സാധിക്കുക. ഇപ്പോൾ 3 വിദ്യാർത്ഥികളുള്ള ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു വിദ്യാർത്ഥി ഒരു പാഠത്തിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ 3 പേര് കൂടി ഏകദേശം 15 ക്വസ്റ്റ്യൻസ് കണ്ടെത്തും. അതോടൊപ്പം തന്നെ ഈ 15 ക്വസ്റ്റ്യനിൽ ഒരു 4-5 ക്വസ്റ്റ്യനെങ്കിലും പുതിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അത് വളരെയധികം യൂസ്ഫുൾ ആകും. അത് പഠിക്കാനും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ അറിവും വർദ്ധിക്കുകയും ചെയ്യും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം. നിങ്ങൾ മിനിമം 6 മുതൽ 7 മണിക്കൂർ വരെയെങ്കിലും ഒരു ദിവസം ഉറങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വളരെയധികം ക്ഷീണിതനായിരിക്കും. പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കും. കൃത്യമായി തലച്ചോറിന് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും അടുത്ത ദിവസവും നിങ്ങൾക്ക് ഇതേ ഉന്മേഷത്തോടു കൂടിയും ഊർജ്ജത്തോടു കൂടിയും പഠിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായ സമയത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എന്നൊരു ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക. മുമ്പിലുള്ളത് 30 ദിവസമാണ്. നമ്മളൊരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് 30 ദിവസം അല്ലെങ്കിൽ 35 ദിവസത്തിനപ്പുറം വരുന്ന ആ ഒരു പരീക്ഷയെ നമ്മൾ നീതിപൂർവ്വം തന്നെ നേരിടും എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് സമയം പാഴാക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ജീവിതത്തിൽ നിന്ന് പോകുന്ന ഓരോ മിനിറ്റും നമുക്ക് പോയതാണ്. അത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത്, പരീക്ഷയിലെ വിജയം ജീവിത വിജയത്തിലെ ഒരു അളവുകോലയല്ല. എന്നാലും ജീവിതത്തിന് മുൻപിലുള്ള ഒരു കാര്യം, നമുക്ക് മുൻപിലുള്ള ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ് പരീക്ഷയെങ്കിൽ അത് കൃത്യമായി അറ്റൻഡ് ചെയ്യുക. അത് കൃത്യമായ രീതിയിൽ ആദ്യത്തെ അവസരത്തിൽ തന്നെ പാസ്സാകാനും ശ്രമിക്കുക. വിജയം നമുക്ക് നമ്മുടെ കഠിന പ്രയത്നത്തിന് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. വിജയിക്കാൻ വേണ്ടി മാത്രം പരീക്ഷ എഴുതാതിരിക്കുക. നമുക്ക് ഒരു പ്രയത്നം എടുക്കുക. അതിൻ്റെ റിസൾട്ട് എന്തായെങ്കിലും നമ്മൾ സ്വീകരിക്കും എന്നതിനെ ആലോചിച്ച് മാത്രം പരീക്ഷ എഴുതാൻ പോവുക. കൃത്യമായ ഒരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കും. ആദ്യം നിങ്ങളൊരു കലണ്ടർ എടുക്കുക. കലണ്ടർ എടുത്ത് നിങ്ങൾ കൃത്യമായ സമയത്തിന് കൃത്യമായ ദിവസങ്ങളിൽ കൃത്യമായി ഡിവൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അത് കൃത്യമായി അച്ചീവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഉപയോഗിച്ച് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാവുന്നതാണ്. അത് മറ്റാളുകൾക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. ഒരു കൃത്യമായ മെൻറ്ററുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ തന്നെ പല ടെലിഗ്രാം ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ പല റിസോഴ്സസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഓൾ ദി ബെസ്റ്റ്. And we, Alamaaraa, wishes you all the very best for your examinations.